നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തുവരാൻ ഇനി 2 ദിവസം മാത്രമാണ് ശേഷിക്കുന്നത്. വോട്ട് എണ്ണലിനുള്ള ക്രമീകരണങ്ങൾ ഒക്കെ നടക്കുന്നതിനിടയിലും ഇടത് വലതു മുന്നണികളെ സംബന്ധിച്ചിടത്തോളം LDF-നും UDF-നും കൃത്യമായിട്ട് എത്ര ഭൂരിപക്ഷം കിട്ടുമെന്നോ എന്തായിരിക്കും ഫലമെന്നോ പറയാൻ കഴിയാത്തതിന്റെ ഒരേ ഒരു കാരണം PV അൻവറാണ്. PV അൻവർ എത്ര വോട്ടുകൾ നേടുമെന്ന് ഇപ്പോഴും ഇരു മുന്നണികൾക്കും വ്യക്തമായ ധാരണയില്ല. അൻവറിന് ലക്ഷ്യമിട്ട വോട്ടുകൾ ലഭിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. പോത്തുകല്ല്, കരുളായി, അമരമ്പലം തുടങ്ങി LDF-ന് ആധിപത്യമുണ്ടെന്ന് അവർ കരുതുന്ന മേഖലയിൽ അവിടെ അൻവറിന് വോട്ട് ലഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നേട്ടം UDF-നായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ വഴിക്കടവ്, മൂത്തേടം, എടക്കര, ചുങ്കത്തറ തുടങ്ങി UDF ലീഡ് നേടുമെന്ന് കരുതുന്ന മേഖലകളിൽ അൻവർ വോട്ട് പിടിച്ചാൽ അതിൻ്റെ നേട്ടം LDF-നും ലഭിക്കും. അതുകൊണ്ട് തന്നെ ഏത് മേഖലകളിൽ നിന്നായിരിക്കും അൻവറിന് കൂടുതൽ വോട്ടുകൾ കിട്ടുക എന്ന് അറിയാനാവാത്തത് ഇരു മുന്നണികളെയും ഒരുപോലെ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട്. അൻവറാകട്ടെ തനിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ UDF സ്ഥാനാർത്ഥി ജയിച്ചോട്ടെ എന്നാണ് പരോക്ഷമായി പറഞ്ഞു വെക്കുന്നത്. ഇന്ന് മാധ്യമങ്ങളെ കണ്ട അദ്ദേഹം തെളിഞ്ഞ പിണറായിയേക്കാൾ മറഞ്ഞ പിണറായി ജയിക്കുകയാണ് തനിക്ക് താല്പര്യമെന്നും വ്യക്തമാക്കി. എനിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിണറായി തോൽക്കണം. അവിടെ 2 പിണറായിമാരാണല്ലോ ഉള്ളത്. ഒന്ന് തെളിഞ്ഞ പിണറായി, ഒന്ന് ഒളിഞ്ഞ പിണറായിയാണ്. അപ്പം സ്വാഭാവികമായിട്ടും തെളിഞ്ഞ പിണറായി തോൽക്കണം. എൻ്റെ പോരാട്ടം പിണറായിസത്തിനെതിരാണല്ലോ. എനിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തെളിഞ്ഞ പിണറായി തോൽക്കണം. അല്ല, സ്വാഭാവികമായിട്ടും അപ്പോൾ വരുന്ന UDF സ്ഥാനാർത്ഥിയാവുമല്ലോ. ഈ ഒളിഞ്ഞ പിണറായി ജയിക്കും. അപ്പം ജയിച്ചോട്ടെ. തെളിഞ്ഞ പിണറായി ജയിക്കുന്നതിനേക്കാളും നല്ലത് ഒളിഞ്ഞ പിണറായി ജയിക്കുന്നതല്ലേ. അത് തന്നെയായാലും നിലപാട്. PV അൻവർ നേരത്തെ പറഞ്ഞിരുന്നത് 75,000-ഓളം വോട്ടുകൾ നേടുമെന്നും 25,000-ലേറെ വോട്ടിന് ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നുമാണ്. പക്ഷേ അവസാന കണക്കുകളിലേക്ക് വരുമ്പോൾ അൻവറിൻ്റെ ക്യാമ്പും ലക്ഷ്യമിടുന്നത് 15,000-നും 20,000-നും ഇടയിലുള്ള വോട്ടുകളാണ് എന്ന് തന്നെ വേണം കരുതുവാൻ. മികച്ച ഒരു കഴിവ് തെളിയിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വോട്ടുകൾ നേടി UDF-ലേക്ക് മടങ്ങിയെത്തുക എന്ന് തന്നെയാണ് അൻവർ ലക്ഷ്യമിടുന്നത്. ഷൗക്കത്തിൻ്റെ ഭൂരിപക്ഷവും അൻവർ നേടുന്ന വോട്ടുകളുമാകും ഇതിൽ നിർണായകമാവുക. അൻവർ ഏതെല്ലാം മേഖലകളിൽ നിന്ന് എത്രയെല്ലാം വോട്ടുകൾ നേടുമെന്ന കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വവും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ ക്ലൈമാക്സ് എന്താകുമെന്നത് കണ്ടു തന്നെ അറിയണം. അഖിലോട്ട് പറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. നിലമ്പൂർ വീണ്ടും ചുവപ്പിക്കാൻ സ്വരാജിനാകും. പിടിച്ചെടുക്കാൻ കച്ചകെട്ടിയ ഷൗക്കത്തിനൊപ്പം നിലമ്പൂരിന്റെ മനസ്സുണ്ട്. അൻവർ ആരുടെ വിധി നിർണയിക്കും? മലയോരം തുണയ്ക്കുമോ മോഹൻ ജോർജിനെ? ആവേശപ്പോരിലെ കണക്കെടുപ്പിന്റെ ഓരോ നിമിഷവും ന്യൂസ് 18. നിലമ്പൂരംഗം വിധി ദിനം ജൂൺ 23 തിങ്കളാഴ്ച രാവിലെ 6 മുതൽ തത്സമയം. ന്യൂസ് 18 ദി ഇലക്ഷൻ.